നമസ്തേ. യെസ്റ്റർഡേ നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അവർ വളരെയധികം ഒരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്നു. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. കാരണം അവരെ ചുറ്റും നിന്നായിരിക്കും കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അവർക്ക് പ്രിയപ്പെട്ടതായ അല്ലെങ്കിൽ അവരുടെ കൂടുതലും കണക്റ്റഡായ ചില വ്യക്തികളുടെ കുറ്റപ്പെടുത്തലുകൾ, ശകാരങ്ങൾ കേൾക്കേണ്ടി വരുന്ന ഒരു എനർജിയിലൂടെയാണ് അവർ ഇന്നലെ യെസ്റ്റർഡേ കടന്നു പോയതായിട്ട് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അവർ വളരെ ഒരു സ്റ്റക്ക് എനർജിയിലാണ്. അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അവരുടെ ലൈഫിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ആകുന്ന, അതായത് ഒരു ബ്ലോക്കേജ് എനർജിയാണ് അവർക്ക് ഉണ്ടാകുന്നതെന്നാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഫിനാൻഷ്യൽ പരമായിട്ടാണേലും അല്ലെങ്കിൽ അവർ മറ്റേത് രീതിയിലും എവിടെ എന്ത് ഇൻവെസ്റ്റ് ചെയ്താലും അതെല്ലാം അവർക്കൊരു ലോസ് എനർജിയാണ് ഉണ്ടാകുന്നതെന്നുള്ള ഒരു തോന്നലുകളും അതിൻ്റെ എല്ലാം ഫലമായിട്ട് അവർക്കൊരു മുന്നോട്ടേക്കൊന്നും ചിന്തിക്കാനും ഒരു തീരുമാനം എടുക്കാനും പറ്റാതെ പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ച് ഇവരുടെ ലൈഫിൽ രണ്ട് സിറ്റുവേഷൻസുകളിലാണ് ഇപ്പം നിൽക്കുന്നത്. ഈ ഒരു സിറ്റുവേഷൻസിൽ ഏതിനെ ചൂസ് ചെയ്യണം, ഏതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം, ഏത് സാഹചര്യമായിക്കോട്ടെ, അത് കരിയർ ബേസ് ആണെങ്കിലും ഏത് രീതിയിലുള്ള സാഹചര്യമാണെങ്കിലും ശരിക്കും അവർ സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളുടെ എനർജിയാണ് വരുന്നത്. തീർച്ചയായിട്ടും രണ്ട് സിറ്റുവേഷൻസിൻ്റെ നടുവിൽ ഇവർ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. ഒന്നവർക്ക് നെഗറ്റീവായിട്ടും ഒന്നവർക്ക് പോസിറ്റീവായിട്ടും തന്നെ ഫീൽ ചെയ്യുന്നു എങ്കിലും അവർ ചില ചീറ്റിംഗ് എനർജികളെ കണക്റ്റ് ചെയ്യേണ്ടി വരുന്നുമുണ്ട്. മാത്രമല്ല നല്ല രീതിയിൽ അവർ ഹാർഡ് വർക്കിംഗ് ചെയ്യുന്നൊരു പേഴ്സൺ കൂടിയാണ്. പക്ഷേ ഒറ്റപ്പെടലാണ് ഇപ്പോൾ അവർ അനുഭവിക്കുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യാനോ അവരുടെ ലൈഫിലേക്ക് ഒരു തീരുമാനം എടുക്കാനോ പറ്റാത്ത വിധം അവരിപ്പോൾ എല്ലാവരിൽ നിന്നും മുഴുവൻ സാഹചര്യങ്ങളിൽ നിന്നും ഉൾവലിഞ്ഞ് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും അവർക്കൊരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി നിങ്ങളിൽ ഫോക്കസിങ് ചെയ്യുന്നുമുണ്ട്. ഒരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുമുണ്ട്. പക്ഷേ മൊത്തത്തിൽ അവരുടെ ലൈഫ് സിറ്റുവേഷൻസ് വളരെ മോശമാണ്. കാരണം മറ്റൊരു ഫീമെയിൽ എനർജി അതല്ലെങ്കിൽ മറ്റൊരു നെഗറ്റിവിറ്റിയിൽ അവർ സ്റ്റക്കാണെന്നാണ് കാണുന്നത്. കാരണം ഒരു ബ്ലാക്ക് മാജിക് എനർജി അല്ലെങ്കിൽ ഒരു വശീകരണം പോലുള്ള അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസിനെ തകർത്ത് കളയുന്ന രീതിയിലുള്ള ചില അനുഭവങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും അവർ ഒരു റിയൂണിയൻ ആഗ്രഹിക്കുന്നുമുണ്ട്. ഒന്നെങ്കിൽ ഒരു കോളോ മെസ്സേജോ നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം അതല്ലെങ്കിൽ ഉടനെ തന്നെ വന്നു ചേരാൻ സാധ്യത കാണുന്നു. 100% നിങ്ങളിൽ അവർ ഫോക്കസിങ് ചെയ്യുന്നുണ്ട്, ആക്ഷൻ എടുക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഞാൻ പറഞ്ഞതുപോലെ രണ്ട് സിറ്റുവേഷൻസിൽ ഒന്ന് അവർക്ക് വളരെ നെഗറ്റിവിറ്റി നൽകുന്നു, അവരെ ബ്ലോക്കിംഗ് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളിലും അവർക്കൊരു ബ്ലോക്കേജ് വരുത്തുന്നു. ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തി കളയുന്ന ചില സമീപനങ്ങളും ചില അനുഭവങ്ങളും അവരുടെ ഒരു സിറ്റുവേഷൻസിൽ അവർ അതിജീവിക്കുന്നുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി. എന്താണെങ്കിലും അവരൊന്ന് സ്റ്റിൽ നിങ്ങളെ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് കേട്ടോ.